എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സിനിമ തന്നെ. പലരും കണ്ണ് നിറഞ്ഞൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ അത് സഹിച്ചേട്ടൻ്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് അത് പ്രണയം മനസ്സിലുള്ളവർക്ക് അത് ഫീൽ ചെയ്യും. സിനിമ കാണാനുള്ളവരോട് എന്താണ് ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണാൻ പറ്റിയൊരു സിനിമ, എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമ തന്നെ. അത് നമുക്ക് ചെറിയ ഇപ്പോഴത്തെ ഒരു പ്രണയം മാത്രമല്ല, പഴയ കാലത്തെ പ്രണയവും അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമ. പാട്ട് ഓൾറെഡി ഹിറ്റായ പാട്ടാണ്, അത് ഒന്നുകൂടെ അടിപൊളി. അതിനകത്ത് കൂടെ കാണുമ്പോൾ പോയിട്ട് ആ ഒരു ട്യൂൺ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. വിവാഹം കഴിച്ചാലും നമ്മൾ പ്രണയിക്കുന്ന ആളെ തുടർന്ന് പ്രണയിക്കണമെന്നൊക്കെ ഉള്ളൊരു സംഭവമാണെന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ആ പ്രണയിക്കുന്ന ആളെ ഉള്ളിൽ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെ തോന്നി? അതാണ് ഈ 80s അല്ലെങ്കിൽ 90s പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രണയം പോലുള്ള പ്രണയമല്ല, അത് കാണിച്ചു തരുന്ന സിനിമ കൂടിയാണ്. അത് നല്ലൊരു സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആർക്കായിരിക്കും അതൊക്കെ ഞങ്ങളുടെയൊക്കെ കാലം, ഞങ്ങളൊക്കെ 90s ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു പ്രണയത്തിന് നല്ലൊരു കണ്ടുപഠിക്കേണ്ട ഒരു പ്രണയം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പോൾ തേച്ചിട്ട് പോയി അദ്ദേഹം കൊണ്ടല്ലോ കൊടുക്കുന്നത്, അതൊന്നുമില്ല. ആ മനസ്സിൽ പ്രണയം കൊണ്ട് നടക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ ഒരു ലൈല മജ്നുവിൻ്റെ ആ മജ്നുവിൻ്റെ പ്രണയമാണ് കിട്ടുന്നത്. മനസ്സിലാവും. നല്ല പിന്നെ ഒരു ലവ് സ്റ്റോറി ആണല്ലോ. നമ്മുടെ സൈജുവേട്ടൻ കുറേ നാൾക്ക് ശേഷമാണ് ലവ് സ്റ്റോറിയിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൈജേട്ടൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം തന്നെ എന്താ പറയുക, സൈജേട്ടൻ്റെ ലുക്ക്, സൈജേട്ടൻ്റെ ആക്ടിങ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സൈജേട്ടനാണല്ലോ നമ്മൾ ഇതിനകത്ത് കണ്ടേക്കുന്നത്. അപ്പം ഞാനതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ സൈജേട്ടൻ്റെ ക്ലൈമാക്സ് സീൻ കണ്ടിട്ട് ഞാൻ സൈജേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, സൈജേട്ടൻ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. ഞാനതിൻ്റെ ക്ലൈമാക്സിൻ്റെ സൈജേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലരും കണ്ണ് നിറഞ്ഞൊക്കെയാണ് ഇറങ്ങിയത് ആ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അതാണല്ലോ ആ പടത്തിൻ്റെ നമ്മളൊരു ഫാമിലി ഇമോഷണൽ ലവ് സ്റ്റോറി എല്ലാ രീതിയിലും പോകുന്ന സാധാരണ പടമാണ്. ഈ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. നല്ലൊരു പടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് ഇതിനൊരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ആ രസം നല്ല കാണുമ്പോൾ തന്നെ ഒരു ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. പിന്നെ പടത്തിൽ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അർജുന അശോകൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോമഡി ഒരു ഇതാണ് ചെയ്യണം, രസമായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ പടം ഒരു ഫാമിലി ലവ് സ്റ്റോറിയാണ്. അതായത് പുറത്ത് പറയാൻ പറ്റാത്തൊരു ലവ് സ്റ്റോറി. അതാണ് പടം മെയിനായിട്ട് കാട്ടുന്നത്. അത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇമോഷനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തരം സിനിമകൾ ഇനിയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തണം. നല്ല സ്ക്രിപ്റ്റ്, നല്ല സംവിധാനം. എന്തായാലും ഷൈജു കുറുപ്പിൻ്റെയും തൻവിയുടെ അഭിനയം, അതോടൊപ്പം അവരുടെ ബാല്യകാലം അഭിനയിച്ച ഒരു അഭിനയം ഏറ്റവും നല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയണം. ഒരേ ഫീല് നമുക്ക് കിട്ടുന്നു ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. അങ്ങനെ മൊത്തത്തിൽ ഒരു അഭിലാഷമായിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞിറങ്ങിപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാൻ കാണുന്നവർ വേറെ രീതിക്ക് കാണുമ്പോൾ ഇത്തരം ഒരു സിനിമ കാണാനും ആളുകളുണ്ടാവും. അതാണ് മലയാള സിനിമ. മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു വിജയമുണ്ടല്ലോ. എത്ര വലിയ സിനിമ ഉണ്ട്, അതിനോടൊപ്പം വരുന്ന ചെറിയ സിനിമയാണെങ്കിൽ കാണാൻ ആളുകളുണ്ട്. ഇതൊരു ചെറിയ സിനിമയാണെങ്കിലും അത് നല്ലൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ടിറങ്ങുന്നവർ പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. നല്ലൊരു സബ്ജക്റ്റ് കാണേണ്ട സിനിമ തന്നെയാണ്, ഒരു മാറ്റമില്ല.